രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനൽ ഇന്നത്തെ ദിവസം വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സത്യസന്ധമായ അനുഭവ കഥയുമായിട്ടാണ് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. അതെ, അച്ഛൻ്റെ പ്രാധാന്യം എന്താണ്? ശരിക്കും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരനുഭവ സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം സർവശക്തി ഐക്യരൂപ ശ്രീ മൂകാംബായേ നമോ നമഃ. ഓം ശനീശ്വരായ നമഃ. ഓം നമ ശിവായ. ഓം ഉമായേ നമ. ഓം വജദ്ഭുവേ നമ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീരാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. നമ്മൾ ഇന്നത്തെ ദിവസം പറയാൻ പോവുകയാണ് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഇതൊരു യഥാർത്ഥ കഥയാണ്. ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം വരും. 62 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ കാമുകി, അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, ജ്യോതിഷമുണ്ട്, എല്ലാ നക്ഷത്രക്കാരുടെയും ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ മാസത്തിലും ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ ആ ജനങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ കഥയുടെ ഒടുവിൽ ഇതിനകത്ത് ആരാണ് കുറ്റക്കാരെന്ന് എനിക്ക് തോന്നുന്നതും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിശ്ചയമായിട്ടും കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ എഴുതണം.
തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിന് എൻ്റെ മറുപടിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, അത് ഉറപ്പാണ്. എന്നെ പല ആൾക്കാരും വിളിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ, അവരുടെ അനുഭവങ്ങൾ എന്നോട് പറയാറുണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അച്ഛൻ്റെ കഥയാണ്. അതിനു മുമ്പ് ഒരു ദിവസം എനിക്ക് രാത്രി 1 മണിക്കാണ് ഒരു കോള് വരുന്നത്. 1 മണിക്ക് ഒരു കോള് വന്നപ്പോൾ ഞാൻ സത്യത്തിൽ ഭയന്നു പോയി. കാരണം ബന്ധുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന് വിചാരിച്ച് ആ കോൾ എടുത്തപ്പോൾ ഒരമ്മ കരയുകയാണ്, ഒരമ്മയാണ് കരയുകയാണ്. കാരണം അവരുടെ സ്വത്തുക്കളെല്ലാം മക്കൾ എഴുതി വാങ്ങിച്ചു. എന്നിട്ട് ഇന്നത്തെ ദിവസം ആ അമ്മയെ മകൾ അടിച്ചു. മകനല്ല, മകൾ. ആ അമ്മയെ മകൾ അടിച്ചിട്ട് നാളെ രാവിലെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായ? അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, അമ്മ ഇറങ്ങുമൊന്നും വേണ്ട. അമ്മയുടെ വീട്ടിൽ പോലീസൊന്നും തിരക്കി വരുന്നേരി അമ്മയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ, ബാക്കിയൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം അമ്മേ. കാരണം ഇന്നത്തെ നിയമം അങ്ങനെയാണ്. വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ട് അമ്മമാരെ തെരുവിലിറക്കാൻ പറ്റില്ല. ഈ അമ്മ എന്നെ വിളിച്ചത് വേറൊന്നിനുമല്ല, മോൻ അനാഥാലയത്തിനൊക്കെ സംഭാവന കൊടുക്കുന്നതല്ലേ, അപ്പോൾ അമ്മ എങ്ങോട്ട് പോകാൻ, അമ്മയെ മോൻ എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിലാക്കുമോ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത്. ഞാനത് ക്ഷമയോടുകൂടി കേട്ടു വന്നു. രാത്രിയാണ്, 1 മണിയാണ്. കുറേ നേരം ആ അമ്മ എൻ്റെ അടുത്ത് കരഞ്ഞു, കാര്യം പറഞ്ഞു. ഞാൻ ആ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ഫോണും വെച്ചു. ഇതുപോലെ നിരവധി ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്. ഒരു ദിവസം എന്നെ കാസർഗോഡ് നിന്നും ഒരച്ഛൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ അദ്ദേഹം വിളിക്കുന്നത് ഏതാണ്ട് രാത്രി ഒരു 11 മണി ആയപ്പോഴാണ് വിളിക്കുന്നത്. ഞാൻ ചില സമയത്ത് ഉറങ്ങാൻ, അന്നിച്ചിരി താമസിച്ചാണ് ഉറങ്ങാൻ. ഞാൻ ചിലപ്പോൾ 10:30-ക്കൊക്കെ ഉറങ്ങും. ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ സൈലൻ്റ് ഇട്ടിട്ട് കിടക്കാറുണ്ട്, ഇല്ലെങ്കിൽ ആൾക്കാരെല്ലാവരും വിളിക്കും. ഞാൻ ഉറങ്ങാൻ പോകുമ്പോഴാണ് ഈ മനുഷ്യൻ എന്നെ വിളിക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നമുക്ക് നാളെ സംസാരിച്ചാൽ പോരെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല സാറേ, എനിക്കൊരു കാര്യം പറയണം, അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇന്ന് മരിച്ചു പോകും സാറേ. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? സാറേ, എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ സാറേ, ഇന്ന് എൻ്റെ മോടെ കല്യാണമാ സാറേ, ഞാൻ നെഞ്ചു പൊട്ടി ചത്തുപോകും സാറേ. അപ്പോൾ എനിക്ക് കല്യാണം വരുമ്പോൾ സന്തോഷമല്ലേ വരേണ്ടത്? അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ പറ, ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ക്ലാസ് ഉള്ളതാണേ. ആ മനുഷ്യൻ ഏതാണ്ട് രാത്രി 1 മണി വരെ എന്നോട് സംസാരിച്ചു എന്നല്ല പറയേണ്ടത്, പലപ്പോഴും അദ്ദേഹം കരയുകയായിരുന്നു. അതേ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ കാര്യം, ആ കാര്യമാണ് ഞാൻ നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. ഒരു കഥയുടെ രൂപത്തിലാണെങ്കിൽ ഞാൻ അതിനൊരു ഹെഡിങ് കൊടുക്കുന്നു, ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. എൻ്റെ ഈ കഥ എല്ലാ അച്ഛന്മാർക്കുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, മക്കളെ സ്നേഹിക്കുന്നത് അമ്മ മാത്രമല്ല, അച്ഛനും കൂടിയാണ്. ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ അച്ഛൻ മാത്രമല്ല കേൾക്കേണ്ടത്, അച്ഛനേക്കാൾ ഉപരി ഈ വീഡിയോ കേൾക്കേണ്ടത് ഓരോ അമ്മമാരുമാണ്. ഇന്ന് ആ കാസർകോട്ടെ മനുഷ്യൻ പറഞ്ഞ കഥ നാളെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാം. ഒരച്ഛൻ, ആ അച്ഛന് മനസ്സിലായില്ലേ, 2 മക്കളുണ്ടായിരുന്നു, 2 പെമ്മക്കള്. ഈ അച്ഛനാകട്ടെ പെമ്മക്കളെന്ന് പറഞ്ഞാൽ അങ്ങ് ജീവനാണ്. കാരണം ഈ അച്ഛൻ ഒരിക്കലും തൻ്റെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കും കൂടെ കിട്ടാതെ പോയ സ്നേഹം എൻ്റെ മക്കൾ അനുഭവിക്കണം എന്ന തീവ്രമായ ആഗ്രഹമാണ്. അദ്ദേഹം തൻ്റെ മൂത്ത മകള്, ആദ്യത്തെ മകള് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നോക്കൂ, ഇവക്ക് നമ്മുടെ സർവ്വവിധ സംരക്ഷണവും ലഭിക്കണം, അതുകൊണ്ട് 5 വർഷം കഴിഞ്ഞിട്ട് മതി അടുത്ത കുട്ടി. ഈ കുട്ടിയെ 1-ാം ക്ലാസ്സിലേക്ക് ഈ അച്ഛനുണ്ടല്ലോ എടുത്തുകൊണ്ടാണ് പോകുന്നത്, സ്കൂളിലേക്ക് എടുത്തുകൊണ്ടാണ്. അയാളുടെ വീട്ടിൽ നിന്ന് സ്വല്പം മാറിയാണ് സ്കൂള്. അപ്പോൾ ഈ അച്ഛൻ ബാഗുമൊക്കെ ഒരു കയ്യിൽ വെച്ചു മോളെയും എടുത്തുകൊണ്ട് പോകും. അപ്പോൾ സിസ്റ്റേഴ്സ് പഠിപ്പിക്കുന്ന സ്കൂളാണ്. അപ്പോൾ ആ സിസ്റ്റർ, അവിടുത്തെ സിസ്റ്റർ ഈ അച്ഛനോട് ചോദിച്ചു, എന്താണ് സാറേ
മോളെ നിലത്ത് നിർത്തിയാൽ കാലിൽ മണ്ണ് പറ്റിപ്പോകുമെന്നത് കൊണ്ടാണോ ഇങ്ങനെ എടുത്തുകൊണ്ടുവരുന്നത്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സിസ്റ്ററേ, മണ്ണ് പറ്റിയാലോ എന്ന വിഷമവും എനിക്കുണ്ട് സിസ്റ്ററേ. അവളെ അങ്ങനെ വളർത്തണമെന്നാണ് എനിക്ക് ആഗ്രഹം. അവൾ എൻ്റെ എല്ലാമാണ്. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ സിസ്റ്ററേ അതൊക്കെ പറ്റൂ. അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കട്ടെ. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലെ സിസ്റ്റേഴ്സിനൊക്കെ ഈ മനുഷ്യനോടൊരു സ്നേഹമാണ്. ഈ മനുഷ്യൻ ഈ മകളെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ. ഈ മകള് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അടുത്ത കുട്ടിക്ക് ജന്മം കൊടുത്തത്. അപ്പോൾ പ്രത്യേകം ഈ കുട്ടിയോട് പറയും, രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയും, നോക്കൂ മോളെ, നിനക്ക് കളിക്കാൻ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി വരുന്നു എന്ന് പറയും. അതിനുശേഷമാണ് ഈ കുട്ടി ജനിക്കുമ്പോഴും പറഞ്ഞപ്പോഴും എന്താണ്, ഈ മൂത്ത മോളോട് നല്ല സ്നേഹം കാണിക്കുമായിരുന്നു. അങ്ങനെ ഈ 2 മക്കളും വളർന്നു വരികയായിരുന്നു. വളരെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം. ആ കുടുംബജീവിതം ആഹ്ലാദകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. മനസ്സിലായല്ലോ? ഈ സമയത്ത് ഈ മൂത്ത മോള് വളർന്നു വരികയാണ്. ഈ മൂത്ത മോള് പതുക്കെ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാനായിട്ട് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ മക്കളെ ഒരു കാര്യമുണ്ട്, ഈ മക്കളെ ബസ്സിൽ കയറ്റി വിടില്ല ഈ പിതാവ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ തന്നെ പലതവണ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നോക്ക് കുട്ടികളല്ലേ, അവർ ബസ്സിലൊക്കെ കയറി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഇല്ല, എൻ്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടണ്ട. ഈ മക്കളെ ആ പിതാവ് എന്താ ചെയ്യുന്നത്, വണ്ടിയിൽ കൊണ്ടുചെന്ന് സ്കൂളിലാക്കും. എന്നിട്ട് ഈ മനുഷ്യൻ സ്കൂള് വിടുന്ന സമയത്ത് ഈ മക്കൾക്ക് ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ബ്ലാക്ക് ഫോറസ്റ്റും കടയിൽ നിന്ന് വാങ്ങിച്ചു, കുടിക്കാനും എന്തെങ്കിലും വാങ്ങിക്കും. അവരുടെ അമ്മ ആ സമയത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്, വരത്തില്ല. ഇവർക്കിത് കഴിഞ്ഞ് ട്യൂഷനുണ്ട്, വീട് വരെ വരാൻ സമയമില്ല. ഈ മക്കളെ കാറിനകത്തിരുത്തിയിട്ട് ഈ ആഹാരം കൊടുത്തു വയറ് നിറച്ചതിന് ശേഷമാണ് ഈ മനുഷ്യൻ ട്യൂഷൻ കൊണ്ടാക്കും. ആക്കിയിട്ട് ആ ക്ലാസ് വിടുന്നതിന് മുമ്പേ ആ അച്ഛൻ അവിടെ കാവൽ നിൽക്കും. കാരണം എൻ്റെ കുഞ്ഞ് എന്നെ കാത്തങ്ങനെ നിൽക്കാൻ പാടില്ല, അവള് വിഷമിക്കത്തില്ലേ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മോളെയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ഈ അച്ഛൻ വളർത്തിയിരിക്കുന്നത്. 2 മക്കളെയും കൂട്ടുകാരെ പോലെയാണ് വളർത്തിയത്. ഇതിൽ മൂത്ത മകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കരിമീനാണ്, ഇളയ മകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊഞ്ചാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ സാറ്റർഡേ സൺഡേ വരുന്ന അവസരത്തിലുണ്ടല്ലോ, ഈ മനുഷ്യൻ ഫ്രിഡ്ജ് നിറയെയാണ് കരിമീനും കൊഞ്ചും വാങ്ങിക്കും. 2ഉം കറി വെക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയും, ഏതെങ്കിലും ഒന്ന് പോരെ. അങ്ങനല്ല, 2 പേരുടെയും ഇഷ്ടം നടക്കണം. കരിമീനും വയ്ക്കും. അവൾക്ക് കരിമീൻ എങ്ങാണ്ട് എന്താ പറയേണ്ടത്, വാഴയിലയിൽ എങ്ങാണ്ട് പൊതിഞ്ഞോ എന്തോ തേങ്ങാപ്പാലിലോ എനിക്കറിയില്ല, അങ്ങനെ എങ്ങാണ്ട് എന്തോ ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ അച്ഛൻ അതിനു വേണ്ടി കരിമീൻ കൊണ്ടുവന്ന് അവിടെ വെച്ച് ഈ മക്കൾക്ക് 2 പേർക്കും അവരുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കും. എന്നിട്ട് ഈ മക്കളെ മിക്ക ദിവസവും ചിക്കിങ്ങിൽ കൊണ്ടുപോകും ഈ അച്ഛൻ. അപ്പോൾ പലപ്പോഴും ഈ കുട്ടി ചിക്കിങ്ങിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യും, കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ പലപ്പോഴും ഈ കൂട്ടുകാർ ഇങ്ങോട്ട് ചോദിക്കും, നീ ഇരുട്ട വെളുക്ക ചിക്കിങ്ങിൽ തന്നെയുടെ എന്ന് ചോദിക്കും. ഈ മക്കളുടെ കാര്യം, ഇളയ മകളാകട്ടെ സ്കൂളിൽ സിസ്റ്റേഴ്സ് വിളിപ്പിക്കും, പേപ്പർ ഒപ്പിടാൻ വേണ്ടി വിളിപ്പിക്കും. അപ്പോൾ ഈ മോള് പറയും, നോക്ക് ആ പേപ്പറിലോട്ടൊന്നും എന്ത് ചെയ്യരുത്, മാർക്കിലോട്ടൊന്നും അച്ഛൻ നോക്കരുത്, ഞങ്ങൾക്ക് പറയുന്നിടത്ത് ഒപ്പിട്ട് തരണം. അവിടെ സിസ്റ്റേഴ്സ് വിളിച്ച് പേപ്പർ നോക്കുമ്പോൾ പലപ്പോഴും അവിടെ ഇട്ട് അച്ഛന്മാർ മക്കളെ അടിക്കാറുണ്ട്. പക്ഷേ ഈ പാവം മനുഷ്യൻ ഈ മോള് കാണിക്കുന്നിടത്ത് എന്ത് ചെയ്യും, ഒപ്പിട്ട് കൊടുക്കും. ചില സമയത്ത് മോള് വന്ന് പറയും, അച്ഛാ എനിക്ക് മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയി, എനിക്കിപ്പോൾ കണക്കിനകത്ത് സപ്പോസ്, ഞാൻ കൃത്യ മാർക്ക് ഓർക്കുന്നില്ല പറഞ്ഞത്, ഇപ്പോൾ സപ്പോസ് എനിക്ക് കണക്കിനകത്ത് 10ൽ 8 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ പറയും, അയ്യോ അത്രയും കിട്ടിയില്ലേ മോളെ, കൊള്ള, അച്ഛൻ പഠിക്കുമ്പോൾ എന്തുമായിരുന്നു, ഈ അച്ഛന് 10ലും 3ഉം 2ഉം ഒക്കെയാണ് കിട്ടുന്നത്, നിനക്ക് 8 കിട്ടിയില്ലേ, അപ്പം നമുക്കിതൊന്ന് ആഘോഷിച്ച് കളയാം. ഇതിൻ്റെ പേരിലെ ആഘോഷമെന്ന് പറയണ്ട. അന്ന് ആ മനുഷ്യൻ എന്ത് ചെയ്യും, കടയിൽ കൊണ്ടുപോയി ആവശ്യമുള്ളതൊക്കെ ഈ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയാണ് ആ അച്ഛൻ വളർത്തിക്കൊണ്ടുവരുന്നത്. ഈ മക്കളെ വഴക്ക് പറഞ്ഞിട്ടില്ല,
വഴക്ക് പറയാൻ അമ്മയെ അനുവദിക്കത്തതുമില്ല. ഒരു ദിവസം മാത്രം മൂത്ത മോക്കൊരു കമ്പെടുത്ത് ഒരു നേരം ഒരു അടി കൊടുക്കേണ്ടി വന്നു. അത് വേറൊന്നും കൊണ്ടല്ല, സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടും മകളില്ല, അവിടെ എങ്ങും കറങ്ങിയിട്ടും മകളില്ല. പക്ഷെ അവിടെ ആ അമ്മയുടെ കയ്യിലാണ് കുഴപ്പം. കാരണം മകൾ അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു സ്കൂളിൽ എന്തോ പരിപാടിക്ക് ചേർന്ന് അതിൻ്റെ എന്തോ റിഹേഴ്സലിന് പോകും. ആ സ്കൂൾ മുഴുവനും ഈ മനുഷ്യൻ അലഞ്ഞു നടന്നിട്ടും കാണുന്നില്ല. വിഷമിച്ച് കരയ്ക്കലിൻ്റെ വക്കിലെത്തി. ആ സമയത്താണ് ഈ മോളെ കാണുന്നത്. എങ്ങോട്ടോ തിരക്കി ചെന്നപ്പോൾ കാണുന്നത്. അന്നേരം ഇവിടെ എന്തോ പരിപാടിക്ക് റിഹേഴ്സലിന് നിന്നെന്ന് പറഞ്ഞപ്പോൾ അവർ കമ്പെടുത്തൊരു അടി കൊടുത്തു. ഇതേ ഉള്ളൂ. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ, അത് മൂത്ത മോളെയാണ്, ഇളയ മോളെ അടിച്ചിട്ടില്ല. ഒരൊറ്റ പ്രാവശ്യമാണ് ഈ മൂത്ത മോൾക്കാർ അടി കൊടുത്തിരിക്കുന്നത്. അടിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനങ്ങ് ഭയങ്കര സങ്കടമായി. അതിൽ വീട്ടിൽ വന്ന് കരഞ്ഞു. അതിനുശേഷം ഈ മകളെ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ മകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടൽ. ആ ഹോട്ടലെന്ന് പറഞ്ഞാൽ ആ ഹോട്ടൽ അവിടുത്തെ ഒരു മാളാണ്. അതിൻ്റെ ഏറ്റവും മേളിൽ കയറി നിന്നാൽ അവരുടെ പട്ടണം മൊത്തം കാണാമെന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ദൂരെ മാറിയ ഒരു സ്ഥലത്തെങ്ങാണ്ടാണ്. അവിടെ കൊണ്ടുപോയി ആവശ്യത്തിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ആ മൂത്ത മോള് പറഞ്ഞു, അച്ഛാ ഇങ്ങനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് അടിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ആ മനുഷ്യൻ മൂത്ത മോളെ അങ്ങനെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് മക്കളെ, ഇളയ മോളെ അടിച്ചിട്ടുമില്ല, വഴക്ക് പറഞ്ഞിട്ടുമില്ല. മൂത്ത മോളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഒരേ ഒരു അടി, അതിന് ആ മനുഷ്യൻ കരഞ്ഞു പോയി. പിന്നെ ഒരിക്കലും ഒന്നും ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല. ഈ മകൾക്ക് വേണ്ടി അങ്ങ് പാടുപെടുകയാണ് ഈ മനുഷ്യൻ. മനസ്സിലായില്ലേ? ഒരിച്ചിരി പൈസ ഈ മനുഷ്യന് കിട്ടിയാൽ ഓടിപ്പോയി സ്വർണം വാങ്ങിക്കും മകൾക്ക് വേണ്ടി. സ്വർണത്തിന് വില കൂടുന്നതിന് മുമ്പ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, സാറേ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടി 10-70 പവൻ ഞാൻ ഒപ്പിച്ചു. പിന്നെ സ്വർണത്തിന് വില കൂടിയതിന് ശേഷവും അങ്ങനെ എന്ത് ചെയ്തു? ഈ മകൾക്ക് വേണ്ടി 101 പവൻ മൂത്ത മകൾക്ക് വേണ്ടി മാത്രം സമ്പാദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇളയ മകൾക്ക് വേണ്ടി സമ്പാദിക്കാനായിട്ട് തുടങ്ങി. കാരണം ആ മനുഷ്യൻ്റെ അമ്മയ്ക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ആ മനുഷ്യൻ്റെ അമ്മ പറയുമായിരുന്നു, കാരണം ആ മനുഷ്യനെ ഒരു ഡോക്ടറാക്കാനായിരുന്നു അവരുടെ അമ്മയ്ക്ക് ആഗ്രഹം. അത് നടന്നില്ല. അപ്പോൾ പറയുമായിരുന്നു, നിൻ്റെ മക്കളെ ഒരു ഡോക്ടറാക്കണം. അതും നടന്നില്ല. കാരണം മകൾക്ക് മെഡിസിൻ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് പോയി. അപ്പോൾ പറഞ്ഞു, നിൻ്റെ മക്കളെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതല്ലെങ്കിൽ മോനെ ഒരു കോളേജ് ലെക്ചറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ ഒരു ഉയർന്ന നിലയിലുള്ള ആളിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതിന് നല്ല സ്ത്രീധനം വേണ്ടേ? അതുകൊണ്ട് ഈ മനുഷ്യൻ, അതായത് ശരിക്കും അവർ തുണിയെടുക്കാൻ പോകും. ഇങ്ങനെ പിശുക്കിയല്ല ചെയ്യുന്നത്. ഈ മനുഷ്യൻ തുണിയെടുക്കാൻ പോകുമ്പോൾ ഇന്നു വരെ 3000 രൂപയിൽ കുറഞ്ഞ ഒരു ഡ്രസ്സ് ആ കുട്ടി ഓണത്തിന് എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? 3000 രൂപ, 3500 രൂപ, 2500 രൂപ, അതിനിതാണ് എടുത്തിട്ടില്ല. പിന്നെ ഇളയ കുട്ടിയാണെങ്കിൽ പറയും, അത്രയും കൂടെ എനിക്കങ്ങ് ചേച്ചിക്ക് ഇത്രയും രൂപയായെങ്കിൽ ഇത്രയും കൂടെ എനിക്ക് അത്രയും വില വരുന്ന 2-3 എണ്ണം എടുക്കാൻ പറയും. എന്തായാലും ഈ വില വരുന്ന ഡ്രസ്സുകളാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ബർത്ത്ഡേയുടെ അന്ന് ഈ മൂത്ത മോളുടെ ബർത്ത്ഡേ വന്നാൽ ഇളയ മോക്കും കൂടെ ചേർത്ത് ഡ്രസ്സ് എടുക്കും. 2 പേർക്കും കൂടെ ഡ്രസ്സ് എടുക്കും. ഒന്നിച്ചു കിടത്തിയാണ് പലപ്പോഴും ഒരു 2 കട്ടിൽ പിടിച്ചിട്ടിട്ട് ഈ അമ്മയും അച്ഛനും 2 പെമ്മക്കളും കൂടെ കഥകൾ പറഞ്ഞാണ് കിടന്ന് ഉറങ്ങുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ആഴത്തിലുള്ള ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ ഈ മൂത്ത മോക്ക് വേണ്ടി ഇത്രയും പവനും ആ മനുഷ്യൻ ഒപ്പിച്ചു വെച്ചു. ആ മനുഷ്യൻ ഓരോ പവനും കൊണ്ടുവരുമ്പോൾ ഈ മോൾ എടുത്ത് വെച്ചിട്ട് പറയും, അച്ഛാ ഇത് കൊള്ളാമോ അച്ഛാ, ഇതെങ്ങനുണ്ട് അച്ഛാ? അപ്പോൾ അച്ഛൻ പറയും, കൊള്ളാം മോളെ, നിനക്ക് നല്ല ചേരും മോളെ എന്ന് പറയും. അത്രയ്ക്ക് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്, സാർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാറേ അവളെ ഒരു നല്ല നിലയിലുള്ള ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കണം. അവൾ വയസ്സറിയിച്ച നിമിഷം മുതൽ ആ മനുഷ്യൻ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇത് അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ചും അമ്മമാര്. ഈ പെൺകുട്ടി വയസ്സറിഞ്ഞിടം തൊട്ടാ
പിതാവിന്, ആ പിതാവെന്നല്ല എനിക്ക് തോന്നുന്നത്, എല്ലാ പിതാവിനും ആ സ്വപ്നം കാണും. ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, അതിൽ പലപ്പോഴും ഉറക്കത്തിൽ കാണുമായിരുന്നു വിവാഹത്തിന് തൻ്റെ മകളുടെ കൈ പിടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നതും മകൾ അനുഗ്രഹം തേടുന്നതും നിറഞ്ഞ മനസ്സോടെ ആ പിതാവ് ആ മകളെ അനുഗ്രഹിക്കുന്നതുമൊക്കെ ആ മനുഷ്യൻ, ഈ പെൺകുട്ടി വയസ്സറിയിച്ച നിമിഷം തൊട്ട് സ്വപ്നം കാണുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അതിനുവേണ്ടിയാണ്, ആ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഈ മക്കൾക്ക് വേണ്ടി പാടുപെടുന്നത്. അദ്ദേഹം പറയും, എത്ര വട്ടം ഈ കതിർമണ്ഡപം ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു സാറേ, എൻ്റെ മോളുടെ കതിർമണ്ഡപം. ഈ മനുഷ്യൻ മദ്യപിക്കില്ല, പുകവലിക്കില്ല, മറ്റ് യാതൊരു ദുശീലങ്ങളും ഈ മനുഷ്യനില്ല. അപ്പോൾ ഇവർ തുണിയെടുക്കാൻ പോകുമ്പോൾ കുറച്ച് കൂടിയ തുണിയോ ഷർട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ ആ മനുഷ്യൻ പറയും, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊക്കെ മതി, അതുകൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വസ്ത്രമില്ല എന്നല്ല, ഉണ്ട്, ആവശ്യത്തിനൊക്കെ ഉണ്ട്. അമിതമായിട്ട് എടുക്കാൻ പോയാൽ ഇദ്ദേഹം സമ്മതിക്കില്ല, കാരണം അതും കൂടെ ഈ മക്കൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മോള് എൻജിനീയറിംഗ് കോളേജിൽ കൊണ്ടുചെന്ന് ചേർക്കുകയും അവിടെ വെച്ച് ഈ മോള് ഒരു പയ്യനുമായിട്ട്, അവളുടെ സീനിയർ പയ്യനുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ഇത് ഈ അച്ഛൻ അറിയുന്നില്ല. ഈ മകള് വന്നിട്ട് ഇത് അമ്മയോട് പറഞ്ഞു. എന്നാൽ അമ്മയ്ക്കൊരു കടമയുണ്ട് അത് അച്ഛനെ അറിയിക്കാൻ. പക്ഷെ അത് അറിയിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ മകള്, അപ്പോൾ ഈ മകൾക്ക് ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ മകള് വന്നിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛാ എനിക്കൊരു ഇഷ്ടമുണ്ട്, എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്തു, എനിക്കും ഇഷ്ടമാണ്, എനിക്ക് അയാളെ വിവാഹം കഴിക്കണം. സത്യം പറഞ്ഞാൽ അച്ഛൻ ഞെട്ടിപ്പോയി. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ വന്നുള്ളൊരു പറച്ചിൽ, സാധാരണ പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ വഴിയാണ് അറിയിക്കുന്നത്. ഇത് ഈ പെൺകുട്ടി നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, മോളെ ഓക്കെ, ഞാൻ പ്രണയത്തിനൊന്നും ഞാൻ എതിരല്ല, അപ്പം ആട്ടെ, ആരാണ്, എന്താണ് കാര്യം, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലാകുന്നത്. ഈ ചെറുക്കനെ സംബന്ധിച്ചിടത്തോളം ഈ ചെറുക്കന് ഒരുപാട് പേപ്പേഴ്സ് കിട്ടാനുണ്ട്, ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ്. BEd എൻജിനീയറിങ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, 6 or 7 പേപ്പർ കിട്ടാനുണ്ട്. മനസ്സിലായ? അപ്പം ആ ചെറുക്കൻ നല്ലതോ ചീത്തയോ അതല്ല പ്രശ്നം. ചെറുക്കൻ ചിലപ്പോൾ നല്ല സ്വഭാവമുള്ളതായിരിക്കാം, ചിലപ്പോൾ അല്ലാത്തയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ആ അച്ഛൻ പറഞ്ഞു, മകളെ, ഈ യാതൊരു ജോലിയും ഇല്ലാത്ത ഒരു പയ്യൻ, ഈ സീനിയറായിട്ട് പഠിച്ചതാണ്. ആ പയ്യൻ അവസാനം ഒരു ചെറിയ ഒരു ഷോപ്പിൽ ആ പയ്യൻ ജോലിക്ക് കയറുകയാണ്. അവിടുന്ന് നമുക്ക് എന്ത് ശമ്പളം കിട്ടുമെന്നറിയാം, തുച്ഛമായൊരു ശമ്പളമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, മകളെ, ആ പയ്യൻ അതിൻ്റെ സ്വഭാവമോ ചിലപ്പോൾ നല്ല പയ്യനൊക്കെ ആയിരിക്കാം, നല്ല പയ്യനായിരിക്കാം, അതല്ല പ്രശ്നം. പക്ഷേ മകളെ, അച്ഛനൊരു സ്വപ്നമുണ്ട്. അച്ഛൻ സമ്പാദിച്ച 101 പവൻ, പിന്നെ ആ മോള് പറഞ്ഞത് ആ മോക്ക് ഓടി കാറ് വേണമെന്നാണ് പറഞ്ഞത്. അതിനുള്ള പൈസയും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. ഇനി എന്തിനാ പറയുന്നത്, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനുള്ള പൈസ വരെ ഈ മനുഷ്യൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പ്രണയത്തിൽ വീഴുന്ന ഓരോ പെൺകുട്ടികളും ഇത് കേൾക്കണം. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, മോളെ, എൻജിനീയറിങ് പൂർത്തി പോലും ആക്കാതെ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരാളുടെ കൈകളിലേക്ക് എങ്ങനെയാ ഞാൻ എൻ്റെ മകളെ ഏൽപ്പിക്കുന്നത്? അച്ഛൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട ഈ 101 പവനും ഓടി കാറും ഇത്രയും കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയും സ്ത്രീധനം കൊടുക്കുന്നതും ഇതെല്ലാം കൂടെ ആ പയ്യൻ്റെ കയ്യിലേക്ക് അച്ഛൻ എങ്ങനെയാ കൊടുക്കുന്നത്? അച്ഛൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, മോളെ, നീ ഈ പറഞ്ഞ കണക്ക് എൻജിനീയറിംഗ് ഒക്കെ പൂർത്തിയായിട്ട് നല്ല ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന പയ്യനാണെങ്കിൽ ഓക്കെ, അച്ഛൻ ഓക്കെ. അതല്ല, നീ പ്രണയിക്കുന്നത് നല്ല ജോലിയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി കിട്ടി, നീ ആ ബാങ്ക് മാനേജരെയാണ് നീ പ്രണയിക്കുന്നത്, ആയിക്കോട്ടെ, അങ്ങനെ ഉന്നത നിലയിലുള്ള ഒരാളെ നീ പ്രണയിക്കുക. ഇവിടെ ഞാൻ പറയുന്നത് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മോശമാണെന്ന അർത്ഥത്തിലേ അല്ല ഞാൻ പറയുന്നത്. ആ അച്ഛൻ്റെ വിഷമം എന്ന് പറയുന്നത്, ആ അച്ഛൻ്റെ ആഗ്രഹം തൻ്റെ മകളെ വിവാഹം ചെയ്യുന്നത് ഒരു ഡോക്ടറായിരിക്കണം, അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറായിരിക്കണം, അല്ലെങ്കിൽ ഉയർന്ന നിലയിൽ ഗവൺമെൻറ് ജോബുള്ള ഒരു എൻജിനീയർ, ഒരു KSEBയിലെ എൻജിനീയറോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അങ്ങനെ ആയിരിക്കണം.
അപ്പോൾ ഇത് പഠിത്തം പൂർത്തിയാക്കാതെ പോയ ഒരാൾക്ക്, എൻജിനീയറിംഗ് പഠിത്തം പൂർത്തിയാക്കാതെ 6-7 പേപ്പർ കിട്ടാതെ പോയ ഒരാൾക്ക് എങ്ങനെ പറ്റും? അത് അച്ഛൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. അവിടെ വെച്ച് അച്ഛനും മക്കളും തമ്മിലുള്ള തെറ്റൽ ആരംഭിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വെച്ച് ഈ അമ്മയുടെ അടുത്തും ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതെന്നെ അറിയിക്കാതിരുന്നത്? ഒരു അമ്മയ്ക്ക് ഒരു കടമയില്ലേ ഇത് ഈ പിതാവിനെ അറിയിക്കേണ്ടത് എന്ന്? മാത്രവുമല്ല, അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ആ പ്രശ്നങ്ങൾ ആ മനുഷ്യൻ തൻ്റെ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു ചെയ്തത്, ആരോടും പറഞ്ഞിട്ടില്ല. അമ്മയും അച്ഛനും തമ്മിലുണ്ടായ പ്രശ്നം എന്താണെന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാനതിപ്പോൾ പറയാൻ ഒരുക്കമല്ല. അത് അവരുടെ കുടുംബജീവിതത്തിൽ, അത് അയാളുടെ സ്വകാര്യതയാണ്, അത് ഞാൻ പറയുന്നതും ഒതുക്കമല്ല. എങ്കിലും ഈ മക്കൾക്ക് വേണ്ടി ആ പിതാവ് അതെല്ലാം സഹിച്ചു. പക്ഷേ ഈ പ്രണയം അംഗീകരിക്കാതെ വന്നതോടുകൂടി ഈ മകളുടെ ഏറ്റവും വലിയ ശത്രു ആരായി മാറി? പിതാവായി മാറി. അപ്പോഴും ഈ മകളെ തിരുവനന്തപുരത്ത് ഒരെണ്ണം പഠിക്കാനായിട്ട് അയച്ചു. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ഈ മകള് സുഖമായി പോയിട്ട് വരാൻ ഈ പിതാവ് AC-ക്കാണ്, ട്രെയിനിനകത്ത് AC-ക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കും. പക്ഷേ ഈ പയ്യൻ അവിടെ വരും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ നോർമൽ വേറെ ക്ലാസ്സിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഈ മകള് ആഴ്ചയിൽ ഒരു ദിവസം അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത്, മനസ്സിലായില്ലേ, ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ തുറന്നാൽ അതിൽ നിന്ന് കരിമീൻ താഴെ വീഴും. അത്രയ്ക്ക് ഇടിച്ച് അമുക്കിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. സാറ്റർഡേ സൺഡേ ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ ഫ്രൈഡ് റൈസ്. പക്ഷേ ഈ പ്രണയം ഉണ്ടായതിൽ പിന്നെ പ്രശ്നമായി. പ്രണയം ഉണ്ടായി, അവസാനം മോളും അച്ഛനും തമ്മിൽ തെറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തരുന്നതിൻ്റെയാണ് കുഴപ്പം, എല്ലാ വീട്ടിലും എല്ലാവരും കഴിക്കുന്നതാണൊക്കെ എന്ത് ചെയ്താൽ മതി, പിന്നെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് ഇരുട്ടവിളക്ക ഫോണിൽ വാച്ചിങ്ങും ചെക്കിങ്ങുമാണ്. ഒരു ദിവസം ഈ അച്ഛൻ, മനസ്സിലായില്ലേ, ഈ മോളുടെ ബർത്ത്ഡേ ആണ്, പിറ്റേന്ന് ബർത്ത്ഡേ ആണ്. ഈ മകള് വന്നു. അന്നത്തെ ദിവസം മോളിരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. ഈ അച്ഛൻ ചെന്ന് ഫോൺ പിടിച്ചു വാങ്ങിച്ചു. അതിനകത്തൊരു സ്പെഷ്യൽ ആപ്പ് ഇട്ടിട്ടാണ്. അപ്പം അതിനകത്ത് ഈ ചെറുക്കൻ ചോദിച്ചിരിക്കുന്നു, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? അപ്പം അച്ഛനെക്കുറിച്ച് എന്തോ ഒരു പരാമർശം, നിന്റെ അച്ഛൻ എന്തോ വാങ്ങിച്ചു. അപ്പോൾ പറഞ്ഞു, ഓ പിന്നെ ബർത്ത്ഡേ അങ്ങോട്ട് ചെന്നാൽ മതി, മനസ്സിലായില്ലേ. അങ്ങേര് ഒന്നും ചെയ്യത്തില്ലെന്നേ, നമുക്ക് വേണ്ടി അങ്ങേര് ഒന്നും ചെയ്യത്തില്ല, ഒരു ഇതുമില്ല, എല്ലാ ദിവസത്തെയും പോലെയുള്ളു. ആ ബർത്ത്ഡേക്ക് ആ മനുഷ്യൻ 3000 രൂപ വില വരുന്ന ഡ്രസ്സാണ് ഈ കുമൻകൊച്ചിന് എടുത്തിവിടെ വെച്ചേക്കുന്നത്. പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മുന്തിയ ഹോട്ടലിൽ കൊണ്ടുപോയി എല്ലാം അറേഞ്ച് ചെയ്യുകയാണ് പാർട്ടി. എന്ന് മാത്രവുമല്ല, ഈ മനുഷ്യൻ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വെച്ചിട്ട് ഏതാണ് എത്രയോ രൂപ വില വരുന്ന പിന്നെ ബർത്ത്ഡേ കേക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആ പിതാവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, എന്തായത് സംഭവം, എന്തായത്, നീ പിതാവിനെ കുറിച്ച് എന്താ പറയുന്നത്, നിനക്ക് എന്തെങ്കിലും അച്ഛൻ കുറവ് വരുത്തിയിട്ടുണ്ടോ? ഇതിൻ്റെ പേരിൽ അങ്ങോട്ട് വഴക്കായി. നീ അപ്പോൾ ഇപ്പോഴും അവനുമായി കോണ്ടാക്റ്റ് ഉണ്ട്. ഈ പെൺകുട്ടി ഇടയ്ക്ക് വെച്ച് ഒരു സ്വാതന്ത്ര്യം കൊടുത്തത്, ആ പെൺകുട്ടി ഗണപതിയെ കൊണ്ട് സത്യം ചെയ്തു, ഇനി ഞാൻ അവനുമായിട്ടൊരു ബന്ധവും ഇല്ല. നീ പാവം മനുഷ്യൻ അതങ്ങ് വിശ്വസിച്ചു. പക്ഷേ ഈ ബർത്ത്ഡേക്കാണ് ഇത് കണ്ടത്. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു, ഞാൻ അയാളെ കെട്ടത്തോളൂ, നിങ്ങളാരാ ചോദിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ചൂടായപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ദേ ഞാൻ വെച്ച് പെരുക്കി തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൈ കയറി പിടിച്ചു. വെട്ടിച്ചാട്ട് പറഞ്ഞ് എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ. അപ്പോൾ ചോദിച്ചു, തൊട്ടാ നീ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ അദ്ദേഹത്തിനങ്ങ് ഈ മോള് കയറി പിടിച്ചപ്പോൾ കലി സഹിക്കാൻ അവിടെ നിന്നൊരു പ്ലാസ്റ്റിക് കസേര എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ ഇവിടെ പറഞ്ഞു, അടിച്ചു നോക്കെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ കസേര താഴെ ഇട്ടിട്ട് പറഞ്ഞ് എന്നെ ശരിയാക്കൂന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവിടെ കൈ പിടിച്ചിട്ടങ്ങ് വീശി. ആ കൈ വീശിയപ്പോൾ ആ കൈ വന്ന് ഈ പിതാവിൻ്റെ ചുണ്ടിൽ കൊണ്ടു. ആ പിതാവിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അത്. സ്വന്തം മകളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കേണ്ടി വന്നു. അതാണ് അതിൻ്റെ സംഭവം. അടി വാങ്ങിക്കേണ്ടി വന്നതല്ല ആ പിതാവിനെ ദുഃഖിപ്പിച്ചത്. ആ സമയത്ത് ഉത്തമയായ ഒരു ഭാര്യയാണെങ്കിൽ എന്തു പറയണം, എടി നീ ആരുടെ നേർക്കാണ് കൈപൊക്കിയത്? ഈ മനുഷ്യൻ ഇപ്പം നടക്കുന്നത് പോട്ടെ, ഇത്രയും നാളും നിന്നെ വളർത്തി നിനക്ക് എന്തിൻ്റെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? ഒരു പ്രണയം വന്നപ്പോഴല്ലേ ആ മനുഷ്യൻ അത് നിനക്ക് യോജിക്കാത്തത് എന്ന് പറയുന്നതിന് പകരം ആ സ്ത്രീ പറഞ്ഞത് എന്താണ്, പിന്നെ അവളെ നേർക്ക് ചെന്നാൽ പിന്നെ അവൾ എന്താ വേണം? ഇതാണ് പറഞ്ഞത്.
അവളുടെ നേർക്ക് ഇങ്ങനെ കയ്യും പൊക്കിക്കൊണ്ട് ചെന്നാൽ എന്ത് വേണം? ഈ മനുഷ്യൻ്റെ ദേഹത്ത് അടി കൊണ്ടതിൽ പിന്നെ ആ മനുഷ്യൻ തളർന്നുപോയി. പിന്നെ അദ്ദേഹം വേറൊരാളായി. അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞു, മോളെയും കൂടെ കൊണ്ടുപോയി, എൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട, എൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട, കാരണം സ്വന്തം പിതാവിൻ്റെ നേർക്ക് കൈപൊക്കിയവളാണ്, അവൾ ഇനി കാര്യം ജയിക്കാൻ എന്തൊക്കെ പറയുമെന്ന് ആർക്ക് പറയാം? ആ മനുഷ്യന് സമനില തെറ്റിയതുപോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിറ്റേന്ന് തൊട്ട് ഇനി ആ മനുഷ്യൻ അതുവരെയുള്ള ഇറച്ചി വായ്പും എല്ലാം നിർത്തി. സകലതും ആ മനുഷ്യൻ നിർത്തിയിട്ട് പറഞ്ഞു, എല്ലാം തിന്ന് കൊഴുക്കുന്നതിൻ്റെ കൂടുതലാണിതെന്ന് പറഞ്ഞു. ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ആ മനുഷ്യന് ഈ മകളുടെ പ്രതികരണം. അങ്ങനെ എന്തിനു പറയുന്നു? ഇച്ചിരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മയും മക്കളും, അതിനേക്കാൾ ഭയങ്കരമാണ് ഈ ഭാര്യയുടെ ആങ്ങളമാരെന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ. ആങ്ങളമാരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭാര്യയും മക്കളും കൂടെ, ശരിക്കും പറഞ്ഞാൽ ഭാര്യയ്ക്ക് പോകാൻ മനസ്സിലായിരുന്നു, ഭാര്യയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മക്കൾ കൊണ്ടുപോയതാണ്. അതിന് കാരണമുണ്ട്, അത് അവരുടെ സ്വകാര്യമായ ചില കാര്യങ്ങളാണ്. എന്ത് ചെയ്യുന്നു? കൊണ്ടുപോയി. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യനെയും ഇട്ടിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ മക്കളും അമ്മയും കൂടെ അങ്ങ് പോവുകയാണ്, അവരുടെ സഹോദരങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ പരിസരത്തുള്ള കുറച്ച് പേര് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അപ്പോൾ ഈ പെണ്ണ് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടും ഈ ഭാര്യ കാര്യം പറയത്തില്ല. ചേട്ടനോട് അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ കാര്യം പറ, എന്താ കുഴപ്പം? അവൻ മദ്യപിക്കുമോ? അവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. പിന്നെന്തിനു വന്ന് ഉത്തരം പറയത്തില്ല? കാരണം ഉത്തരം ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ. പറയാൻ പറ്റുന്നൊരു ഉത്തരവല്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഈ ആങ്ങളമാരാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വാ, ഒരു ചർച്ചയ്ക്കെന്ന് പറഞ്ഞപ്പം അയാൾ പറയുകയാണ്, വരുത്തില്ല എന്ന്. ഞങ്ങൾ വരുത്തില്ല. ഇവർക്കിടയിൽ എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് വലുതായിട്ട് ഈ പിള്ളേരെ സഹകരിപ്പിക്കത്തില്ല, അവരെ വീട്ടിൽ കാര്യം ചെന്നാൽ പോകത്തില്ല. ഒരു പെങ്ങൾ പിണങ്ങി വീട്ടിൽ ചെന്നപ്പം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾ വരുത്തില്ല. ഒരിക്കൽ പോലും ഈ മനുഷ്യൻ, സാധാരണഗതിയിൽ ഒരു പെങ്ങൾ പിണങ്ങി വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വമുള്ള അന്തസ്സുള്ള ഒരാങ്ങളമാരെന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലെങ്കിൽ ഇയാളെ രണ്ട് ചീത്ത വിളിക്കാനെങ്കിലും ചെല്ലത്തില്ലേ? എൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് എന്താ കാര്യം? നിങ്ങൾ പറ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് പറയേണ്ട ഒരു കാര്യമാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്, സാറേ ചോദിക്കത്തില്ലേ, എൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നു, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അതിന് പോലും ചെന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് നല്ല പൈസയും ഒക്കെ അങ്ങോട്ട് വരുമല്ലോ. ഇനി എന്തുവാണെന്ന് എനിക്കറിയില്ല, അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒടുവിൽ എന്ത് ചെയ്തു? അവർ വേർപെട്ടു, ബന്ധം വേർപെട്ടു. മനസ്സിലായില്ലേ? പക്ഷെ ആ സമയത്തും ഈ മക്കൾക്ക് വേണ്ടി വാങ്ങിച്ച ഈ പവൻ മുഴുവനും ലോക്കറി വെച്ചിരിക്കുകയാണ്. എടുത്തോളാൻ പറഞ്ഞു. ആ പിതാവ് പറഞ്ഞു, എടുത്തോളാം, എനിക്ക് വേണ്ട. കാരണം ഓരോന്നും കൊണ്ടുവരുമ്പോൾ ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കും, ഇതെനിക്ക് ചേരുമോ അച്ഛാ എന്ന് ചോദിക്കും. അതാണ് വന്നത്, എടുത്തോളാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ലക്ഷക്കണക്കിന് രൂപയും കൊടുത്തു, കല്യാണത്തിന് വേണ്ടി എല്ലാം കൊടുത്തു. ഇളയ മോക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നതും സകലതും കൊടുത്തു, എല്ലാം കൊടുത്തു. അവർ പോയി. ആ മനുഷ്യന് ഭയങ്കര സങ്കടം. ആ മനുഷ്യൻ ഹൃദയം പൊട്ടിപ്പോയി. കാരണം ആ മനുഷ്യൻ ആ സമയം വരെ ഒരു ചായ പോലും ഇടാൻ അറിയാൻ വയ്യാത്ത ഒരാളായിരുന്നു. മനസ്സിലായില്ലേ? പിന്നീട് ആ മനുഷ്യൻ സെൽഫായിട്ട് അതെല്ലാം പഠിച്ചു വന്നു. ഇനിയാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞു ആ മനുഷ്യൻ എന്തോ ഒരു അസുഖമൊക്കെ വന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എപ്പോഴും ഈ ഭാര്യ വീണ്ടും അടുത്തുകൂടി ഇദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോഴാണ് ഈ ഭാര്യ അടുത്ത് വന്ന് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 ദിവസം ചോറ് വെച്ചുകൊണ്ട് കൊടുത്തു. മനസ്സിലായില്ലേ? ഈ ഭാര്യ ചോറ് വെച്ചുകൊണ്ട് കൊടുക്കുന്ന അവസരത്തിൽ അപ്പോൾ അത് എന്താണെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണം. ചോറ് വെക്കാൻ അതിന് മീൻ വരെ ഈ മനുഷ്യനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. തൊട്ടടുത്ത ഫിഷ് സ്റ്റാളിൽ നിന്ന് മീനും വാങ്ങിച്ചു, മലക്കറിക്ക് കാശും കൊടുത്തു, അവർ വണ്ടി ഓടിച്ചു വരുന്നതിന് പെട്രോൾ അടിക്കാൻ വരെ കൊടുത്തു. എന്നിട്ട് കൊണ്ടുപോയി ഈ മനുഷ്യന് 2 ദിവസം ചോറ് കൊണ്ടുവന്ന് കൊടുത്തു. കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഒരു കുറ്റബോധം കാണും, അവർക്കറിയാമല്ലോ ഈ മനുഷ്യൻ ചെയ്തില്ല എന്ന്. പക്ഷേ 3-ാമത്തെ ദിവസം ഇറങ്ങിയപ്പോൾ ഈ മൂത്ത മോള് പറഞ്ഞു, എവിടെ പോന്നു? ആ മനുഷ്യൻ ആഹാരവും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ആ മനുഷ്യന് ആഹാരവും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റില്ല, ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞു. ആ മകളെന്ന് ആലോചിക്കണം. ജനിച്ചു വീണ കാലം തൊട്ട് ആഗ്രഹിക്കുന്ന ഫുഡുകൾ മുഴുവൻ വാങ്ങിച്ചു കൊടുത്തതാ. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ മകൾ അറിയുന്നില്ല, അന്നത്തെ ദിവസം പോലും അവൾ കഴിച്ച ഭക്ഷണം ഈ പിതാവിൻ്റെ ഭക്ഷണമാണ്.
ഈ പിതാവാണ് അന്നത്തെ ദിവസവും മലക്കറി വാങ്ങിക്കാനും പൈസ കൊടുത്ത് അവൾ തിന്ന മീൻ പോലും, കാരണം ഈ മീൻ ഈ പിതാവാണ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്, ഫിഷ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തത്. അതാ മോക്ക് അറിയില്ല, മനസ്സിലായില്ലേ? പക്ഷെ അന്ന് അവൾ കഴിച്ചത് അതായിരുന്നു. എന്നിട്ട് സ്വന്തം പിതാവിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് വിലക്കി. എന്താ കാര്യം? വിവാഹത്തിന് എതിര് നിന്ന് അതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളുടെ പുറത്താണ് ഇത് നടന്നിരിക്കുന്നത്. പിന്നെ ആ മനുഷ്യനാകട്ടെ ഇത് ഇത്രയുമായി കഴിഞ്ഞതിന് ശേഷവും ആ മനുഷ്യൻ്റെ വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തു. അത് വാങ്ങിക്കാൻ വന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ്റെ വീടും സ്ഥലവും എല്ലാം എഴുതി കൊടുത്തു. മനസ്സിലായില്ലേ? ആ മനുഷ്യന് പിന്നെ എന്താ പറയേണ്ടത്, അത് എഴുതി കൊടുക്കാൻ പോയപ്പോൾ അതെല്ലാം വന്ന് വാങ്ങിക്കുകയും ചെയ്തു. വാങ്ങിച്ച് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ മനുഷ്യന് ഇപ്പോൾ വീടോ കിടക്കാടോ ഒന്നും ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, മരണം വരെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ആ മനുഷ്യനത് വേറെ ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതെന്തിന് വേറെ ആർക്കും കിട്ടാതിരിക്കാനോ? ആർക്കോ പോട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയായിരുന്നല്ലോ. 2 മക്കളും അത് കേട്ടില്ല, ഭാര്യയും കേട്ടില്ല. കാരണം നല്ല കണ്ണായ സ്ഥലമാണ്, നല്ല ഇത് കിട്ടും, അതുകൊണ്ട് അവർ വന്ന് അത് വാങ്ങിച്ചു. അപ്പം ഇത് നിങ്ങൾ കേട്ടോണം. ഇതിന് ശേഷം ഈ പയ്യനുമായിട്ട് ഈ മകളുടെ വിവാഹം ഉറപ്പിക്കുകയാണ്. അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഈ പെൺകുട്ടിയുടെയും ഈ ചെറുക്കൻ്റെയും വിവാഹം ഉറപ്പിക്കുകയാണ്. ആ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പും ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ വിളിച്ചിട്ട് പറയും, ഇതേ കണക്കാണ്, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണമൊക്കെ ഇങ്ങനെ ഒരുവിധമൊക്കെ വരികയാണ്, കാര്യങ്ങൾ ഉറപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം കിട്ടാവുന്നതെല്ലാം നേടിയെടുത്തു ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന്. നേടിയെടുത്തതിന് ശേഷം പിന്നെ ഈ മനുഷ്യനെ വിളിക്കത്തതുമില്ല, ഒന്നുമില്ല. അവസാനം ഈ പെൺകുട്ടിയുടെ കല്യാണം നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഈ മകളോ ഈ അമ്മയോ ഈ മനുഷ്യനെ വിളിച്ചില്ല. വിവാഹത്തിന് വിളിക്കാതെ ആ മനുഷ്യൻ്റെ ബന്ധുവിനെ ക്ഷണിച്ചു, ഒരു സ്ത്രീയെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ അണ്ണനെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഈ കുട്ടികളെ എങ്ങനെയാണ് കൊണ്ട് നടന്നത്? ആ കുട്ടി ഞങ്ങൾ അനുഗ്രഹമല്ല വാങ്ങിക്കേണ്ടത്, ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ മനുഷ്യന് വെറ്റിലയിലും ഒരു മുണ്ടും കൊണ്ടുപോയിട്ട് ഒരു വെള്ളി നാണയം വെച്ച് കൊടുത്തിട്ട് ആ മനുഷ്യൻ്റെ അനുഗ്രഹം വാങ്ങിക്കണം, അതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ അവർ ചെയ്തില്ല. ആ പിതാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സാറേ, ചോദ്യമാണ് സാറേ. അച്ഛൻ വെള്ളമടിച്ച് നടക്കുന്നു എന്നിരിക്കട്ടെ, മക്കളുടെ കാര്യങ്ങൾ ഒന്നും നോക്കുന്നില്ല എന്നിരിക്കട്ടെ, മക്കൾക്ക് വേണ്ടി 1 രൂപ പോലും സമ്പാദിച്ചു കൊടുത്തിട്ടില്ലെന്നിരിക്കട്ടെ, ബന്ധവും ഒഴിഞ്ഞു പോയി, അയാൾ പോയി വേറെ 3ഓ 4ഓ കെട്ടിയെന്നിരിക്കട്ടെ, 5ഓ കെട്ടിയെന്നിരിക്കട്ടെ, പക്ഷെ ആ പെൺകുട്ടിയുടെ കല്യാണം വരുമ്പോൾ അന്തസ്സുള്ള ഒരു മാതാവ് എന്താ പറയുന്നത്? മകളെ, നിന്റെ അച്ഛൻ ആരോ ആയിക്കൊള്ളട്ടെ, മദ്യപാനി ആയിക്കൊള്ളട്ടെ, അയാളെ കൊണ്ട് 1 രൂപയുടെ പ്രയോജനമില്ലെന്നും ഇരിക്കട്ടെ, പക്ഷേ മോളെ, ഈ ഭൂമി കാണാൻ നിനക്കിടവരുത്തിയത് ആ മനുഷ്യനാണ്. ചെല്ലുമോളെ, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കെന്ന് പറയും. ഈ കഥ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കറക്റ്റ് ആളിനറിയാം. മുംബൈയിൽ നിന്നും അവരുടെ കല്യാണ തീയതി എല്ലാം ഞാനാണ് പറഞ്ഞത്. മുംബൈയിലാണ് താമസിച്ച് വളർന്നത്. ആ കുട്ടിയെ 2 വയസ്സോ 3 വയസ്സോ എത്ര ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഉള്ളപ്പോൾ അവരുടെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിന്നെ ആ അച്ഛൻ ഏതാണെന്ന് അവർ കണ്ടിട്ടില്ല. അപ്പോൾ കൊല്ലത്തുണ്ടെന്നറിയാം. അവർ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിൽ വന്നിട്ട് ഈ അച്ഛനെ തപ്പിപ്പിടിച്ച് അച്ഛൻ്റെ അനുഗ്രഹം പോയി വാങ്ങിച്ചു. ആ മകള് 1 രൂപ പോലും ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവിടെ ചെന്നിട്ട് പോലും ആ അച്ഛൻ മകളെന്നും പറഞ്ഞൊരു സ്നേഹം കാണിച്ചിട്ടില്ല. എന്നിട്ടും അനുഗ്രഹം വാങ്ങിച്ചു. പത്രത്തിലൂടെ നിങ്ങളെല്ലാം വായിച്ചൊരു വാർത്തയുണ്ടല്ലോ, ഇല്ലേ? ഒരു 3ഓ 4ഓ വയസ്സുള്ളപ്പോൾ ഒരു പെൺകുട്ടിയെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പെൺകുട്ടി പഠിച്ചു, ഡോക്ടറായി. പത്രത്തിലെല്ലാം വന്നതാണ്, സോഷ്യൽ മീഡിയയിൽ. ആ സമയത്ത് അവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ അവൾക്കൊരാഗ്രഹം തൻ്റെ അച്ഛനെ കണ്ടെത്തണമെന്ന്. അവൾ തന്നെ കെട്ടാൻ പോകുന്ന പയ്യനോട് പറഞ്ഞു, അവർക്കും സമ്മതം. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരെ അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ട് ഇതെൻ്റെ അച്ഛനാണ്, അച്ഛ എൻ്റെ വിവാഹമാണ്, അച്ഛൻ എവിടെയെങ്കിലും ഇരിക്കുന്നെങ്കിൽ അച്ഛൻ വരണം എന്ന് പറഞ്ഞ സംഗതി നിങ്ങളെല്ലാവരും പത്രത്തിലും വായിച്ച് കേട്ടില്ലേ? അച്ഛനെ കൊണ്ട് 1 രൂപയുടെ പ്രയോജനം കിട്ടിയിട്ടില്ല. 1 രൂപയുടെ
ഈ പെൺകുട്ടി കല്യാണപ്പന്തലി ഇറങ്ങുമ്പോൾ ആ കഴുത്തിൽ കിടക്കുന്ന സ്വർണം മൊത്തം ഈ പിതാവിൻ്റേതാണ്. പിന്നെ ജോലി കിട്ടിയിട്ട് എന്തെങ്കിലും അഡീഷണൽ വാങ്ങിച്ചു പെണ്ണിട്ടോ എന്നറിഞ്ഞില്ല. മനസ്സിലല്ലേ? ആ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് മുഴുവൻ ഈ മനുഷ്യൻ്റെ അധ്വാനം. എന്നിട്ട് ആ മനുഷ്യനെ വിളിച്ചില്ല. ആ കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരിടവും ബലവും നിന്നു. അവർക്ക് വിഷമമായിരുന്നു, ഈ മനുഷ്യൻ ജീവൻ ഒടുക്കി കളഞ്ഞാലോ. അവർ പറഞ്ഞു ഈ മനുഷ്യനോട്, ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തരുതേ, ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തരുത്. കാരണം ആ കണ്ണീരിൽ ഭസ്മമായി പോകും ഈ പെൺകുട്ടി, ഭസ്മമായി പോകും എന്ന് പറഞ്ഞു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് ഇത് നടത്തിയത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പൻ കണ്ണു പൊത്തിക്കാണും എനിക്കിത് കാണണ്ട എന്ന് പറഞ്ഞ്. കാരണം തോളത്തിട്ട് വളർത്തി 1-ാം ക്ലാസ്സിൽ എടുത്തുകൊണ്ടുപോയ ഒരച്ഛൻ, ആവശ്യത്തിന് ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഒരച്ഛൻ, മനസ്സിലായില്ലേ? ആവശ്യത്തിന് ചോദിക്കുന്നത് എന്തും, ഓരോ ബർത്ത്ഡേക്കും 2000 രൂപ 3000 രൂപ ചിലവാക്കിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ഒരു പിതാവ്, ഏത് രാത്രിയും എന്തു വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരച്ഛൻ, മക്കളെ ബസ്സിൽ പോലും വിടാത്തൊരച്ഛൻ, ആ മക്കൾക്ക് കല്യാണപ്രായം എത്തുന്നതിന് മുമ്പേ 101 പവൻ സമ്പാദിച്ചു വെച്ച് അത് മുഴുവനും എടുത്തു കൊടുത്ത ഒരച്ഛൻ, ആ അച്ഛനെ വിളിക്കാതെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് കണ്ണും തൊട്ടി പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ ആ നിമിഷം കണ്ണു പൊത്തിക്കാണും. എനിക്ക് കാണണ്ട, ഈ മഹാപാപം എനിക്ക് കാണണ്ട എന്ന് ആ മനുഷ്യൻ പറഞ്ഞു കാണും. ഇതിനകത്ത് മകൾക്ക് വിവരമില്ലെന്നിരിക്കട്ടെ, അമ്മയില്ലേ? ആ അമ്മ അറ്റ്ലീസ്റ്റ് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ഇതാണ്, സാറേ എന്നെ ക്ഷണിക്കണ്ട, എന്നെ കല്യാണത്തിന് വരണമെന്ന് പറയണ്ട സാറേ, അവളുടെ കല്യാണമാണ്, ഇത്ര മണിക്കാണ്, അവളെ അനുഗ്രഹിക്കണേ എന്നൊരു മെസ്സേജ് ആ സ്ത്രീക്ക് വിട്ടുകൂടായിരുന്നു. അവരെന്നെ വിളിക്കണ്ട സാറേ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ്, അവരെന്നെ വിളിക്കണ്ട, പകരം ഒരു മെസ്സേജ് നാളെ നമ്മുടെ മകളുടെ കല്യാണമാണ്, ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ വിളിക്കാൻ വരുന്നില്ല, അവൾ ശപിക്കരുതേ, അവളെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കണേ എന്നൊരു മെസ്സേജ് ആ സ്ത്രീക്ക് വിട്ടുകൂടായിരുന്നു. ആ മോളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയാണ് ഈ മനുഷ്യൻ ഹൃദയം തകർന്ന് എന്നെ വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ആ മനുഷ്യൻ പറയാണ്, നെഞ്ചു പൊടിഞ്ഞു പോന്നു സാറേ, സാറ് പറ, അല്ല ഈ ബന്ധം വേർപെടുത്തിയതിലെ കുറ്റം മൊത്തം എൻ്റെതാണെന്നിരിക്കട്ടെ സാറേ, എൻ്റെ കയ്യിലെ കുറ്റം കൊണ്ടാണ് ഈ ബന്ധം വേർപെടുത്തിയത് തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ വെച്ചോ സാറേ, സാറെന്നെ അതിനകത്തെങ്ങും എനിക്ക് ഒരു സപ്പോർട്ടും വേണ്ട, മൊത്തം കുറ്റം എൻ്റെ കയ്യിലാണ്, എല്ലാം അവരുടെ കയ്യിലാണ് ന്യായമെന്നിരിക്കട്ടെ, എങ്കിലും സാറേ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ മകൾ ഒരു വാക്ക് പറയണ്ടേ, അവൾക്ക് എന്ത് ദോഷമാണ് ഞാൻ ചെയ്തത്? അവളെ ഒരു ഡോക്ടറെ കൊണ്ടോ ഒരു കോളേജ് ലെക്ചററെ കൊണ്ടോ കല്യാണം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടുന്ന പൈസ സമ്പാദിച്ചപ്പോൾ ആ പെൺകുട്ടി 15,000 രൂപ 20,000 രൂപയ്ക്കകത്തൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു പയ്യൻ, അവന് എൻജിനീയറിങ് പോലും ചൊവ്വേ നേരെ പേപ്പറുകൾ കിട്ടാനുണ്ട്, അങ്ങനെ ഒരു പയ്യനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത ഒരൊറ്റ തെറ്റാണ് ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? ആ ഒരൊറ്റ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറേ എന്നെ കല്യാണത്തിന് ക്ഷണിക്കണ്ടായിരുന്നു, എന്തു ആയിക്കോട്ടെ, ഞാനും അത് തന്നെയാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ കയ്യിലാണ് സകല തെറ്റുകളും ഒന്നിരിക്കട്ടെ, ആ മനുഷ്യൻ കൊള്ളരുതാത്തവനാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ആ മനുഷ്യൻ 101 പവൻ ഒപ്പിച്ചു കൊടുത്തു. ഇനി ആ മനുഷ്യൻ കുടിയനാണെന്നിരിക്കട്ടെ, ഒന്നും കൊടുത്തില്ലെന്നിരിക്കട്ടെ, ഭൂമി കണ്ടത് ആ മനുഷ്യനുള്ളത് കൊണ്ടല്ലേ, ആ മനുഷ്യൻ്റെ സന്തതി തന്നെയല്ലേ ഇത്? ആണെങ്കിൽ എങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റും? ഈ മനുഷ്യൻ്റെ തന്നെ സന്തതിയാണെങ്കിൽ എങ്ങനെ വിളിക്കാതിരിക്കാൻ പറ്റും? അയാളുടെ കൂട്ടുകാർ അയാളുടെ അടുത്ത് ചോദിച്ചു അത്രേ, തന്നെ ഇത് നിൻ്റെ സന്തതി തന്നെ ആണെങ്കിൽ ആ സ്ത്രീക്ക്, ആ മാതാവിന് ഒരു വാക്ക് പറയാതിരിക്കാൻ തോന്നുമോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഒരുപാട് കരഞ്ഞു, ഞാൻ എല്ലാം കേട്ടു, സകലതും ഞാൻ കേട്ടു, ആ മനുഷ്യൻ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. എന്ത് മറുപടി പറയാനാണ്? ഞാൻ പറഞ്ഞു, മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം, നിങ്ങളെ വിവാഹം ക്ഷണിക്കാതിരുന്നത് തെറ്റ് തന്നെയാണ്. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ മക്കളുടെ കാര്യത്തിലും
തള്ളയുടെ കാര്യത്തിലും ആരാണ് ഏറ്റവും വലിയ തെറ്റുകാരി? ഈ തൻ്റെ മകളുടെ കല്യാണം അച്ഛനെ ഒരു മെസ്സേജ് ഇട്ട് പോലും അറിയിക്കാത്ത ആ സ്ത്രീയാണോ? മനസ്സിലായില്ലേ? അതോ കല്യാണം അറിയിക്കാത്ത ഈ മകളാണോ? അതുമല്ലെങ്കിൽ ഈ മകളെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ പറയണം, എന്തോ ആയിക്കോട്ടെ, നിന്റെ പിതാവല്ലേ, നീ ഒരു വെറ്റില വെച്ച് അനുഗ്രഹം വാങ്ങ് എന്ന് പറയാത്ത ആ പയ്യനാണോ? കാരണം നമ്മൾ കണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെൺകുട്ടി, മെഡിസിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ അതേ കണക്കൊരു ഡോക്ടർ, രണ്ടുപേരും കൂടെ ചേർന്ന് കാക്കാശിന് പ്രയോജനമില്ലായിരുന്ന പിതാവിനെ തിരക്കി പോന്നു. ഈ പിതാവാകട്ടെ താൻ താമസിക്കുന്ന വീടും സ്ഥലവും വരെ അവർക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു പിതാവ്. അതും വാങ്ങിച്ച്, അതാലോചിച്ച് ചോദിക്കണം, അത് വാങ്ങിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അത് ചിരിച്ചുകൊണ്ട് വന്നു, അതെല്ലാം അവരങ്ങ് വാങ്ങിച്ചു, അത് കുഴപ്പമില്ല. അപ്പം അതെല്ലാം വാങ്ങിക്കാം, അത് വാങ്ങിക്കുന്നതിനൊരു കുഴപ്പവുമില്ല. പിതാവിനെ ഏതറിയിച്ചില്ല, കല്യാണം അറിയിച്ചില്ല. ഇവിടെ ആരുടെ കയ്യിലാണ് ഏറ്റവും വലിയ തെറ്റെന്ന് ചോദിച്ചാൽ ഞാനൊരു ഉത്തരം പറയാൻ പോവുകയാണ്. ഇത് ഞാൻ മഹാനൊന്നുമല്ല, ഞാനൊരു ഉത്തരം പറയുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറയാൻ പോവുകയാണ് ആരുടെ കയ്യിലാ തെറ്റെന്ന്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരേ കുറ്റം ചെയ്ത 3 പേര് വന്നു. ഒന്ന് ബ്രാഹ്മണൻ, ഒന്ന് ക്ഷത്രിയൻ, ഒന്ന് ശൂദ്രൻ. അപ്പോൾ ഒരേ കുറ്റമാണ് ചെയ്തത്. ആ ബ്രാഹ്മണന് 100 അതിനകത്ത് ആ ബ്രാഹ്മണനെ വധശിക്ഷയ്ക്ക് വിധിച്ചു രാജാവ്. ക്ഷത്രിയനാകട്ടെ 101 ചാട്ടവാറ് കൊണ്ടുള്ള അടി, ശൂദ്രനാകട്ടെ 21 ചാട്ടവാറ് കൊണ്ടുള്ള അടിക്കും വിധിച്ചു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഇതെന്താണ് സംഭവം? ഒരേ ശിക്ഷ, ഒരേ കുറ്റം, 3 ശിക്ഷ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ശൂദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. നിയമം അറിയാത്തത് കൊണ്ട്, അറിവില്ലാതെ ചെയ്ത തെറ്റുകൊണ്ടാണ് അവന് ഞാൻ ചെറിയ ശിക്ഷ കൊടുത്തത്. ക്ഷത്രിയന് കുറേ കൂടെ അറിയാം, അതുകൊണ്ടാണ് അവന് 101 ചാട്ടവാറ്. നീ ബ്രാഹ്മണനാണ്, നിനക്ക് ശരിയും തെറ്റും പൂർണ്ണമായിട്ടും അറിയാം, അതുകൊണ്ട് നീ ദയ അർഹിക്കുന്നില്ല. ഇവിടെ അതുപോലെ കുട്ടികൾക്ക് പക്വതയില്ല. ആ പെണ്ണിനെ കല്യാണം കഴിച്ച പുരുഷനും അത് പറയേണ്ട കാര്യമില്ല, കാരണം അയാൾ അച്ഛനല്ലല്ലോ, അത് പെണ്ണിൻ്റെ അച്ഛനല്ലേ, അത് അവരുടെ വീട്ടുകാരിയൊന്നും പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ ഈ മനുഷ്യൻ്റെ 2 കുട്ടികളെ 10 മാസം വയറ്റി ചുമക്കുകയും ഈ മനുഷ്യൻ ചെലവും കൊടുക്കുകയും ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വാങ്ങിക്കുകയും ഈ മക്കൾക്കുള്ള പൈസ വരെ കൊടുത്തതാണ്. അതെല്ലാം വാങ്ങിച്ച ആ സ്ത്രീ, ആ മനുഷ്യൻ്റെ ഭാര്യ, ഈ കുട്ടിയുടെ അമ്മയാണ് എൻ്റെ കണ്ണിലെ തെറ്റുകാരി. ആ അമ്മയാണ്. കാരണം ഒന്നും വേണ്ട, ഒരു മെസ്സേജ് എങ്കിലും ആ മനുഷ്യനെ അയക്കണമായിരുന്നു. ചേട്ടാ, നാളെ മോളുടെ വിവാഹമാണ്, അനുഗ്രഹിക്കണേ, മതി, അത്രയും മതി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരോടും പറയുകയാണ്, നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നം കാണും. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോകും, അയാൾ വീണ്ടും കെട്ടിയെന്നിരിക്കും, വീണ്ടും അയാൾ 3 കെട്ടിയെന്നിരിക്കും, അയാൾ പിന്നീട് 10 കെട്ടിയാലും ശരി തന്നെ. നിങ്ങളുടെ മകൾ എന്താണ്, ആ പിതാവ്, അതാണ് നിങ്ങളുടെ പിതാവ്. അച്ഛൻ്റെ സ്ഥാനത്തെ ഒരാളെ നിർത്താൻ പറ്റൂ. കല്യാണത്തിന് താലി കെട്ടുന്ന സമയത്ത് ഈ പിതാവിന് പകരം പിതാവിൻ്റെ സ്ഥാനത്തെ ഒരാളെ നിർത്താൻ പറ്റൂ, പിതാവായി നിർത്താൻ പറ്റൂ. വേറൊരാളെ കൊണ്ടുവന്ന് പിതാവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിതാവിൻ്റെ സ്ഥാനത്തല്ലേ നിൽക്കാൻ പറ്റൂ. അപ്പം നിങ്ങളുടെ വീടുകളിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കാം, അയാൾ 2ാമതും കല്യാണം കഴിച്ചിരിക്കാം, അതും ഒഴിഞ്ഞ് 3ാമതും കല്യാണം കഴിച്ചിരിക്കാം. പക്ഷേ നിങ്ങളുടെ മകളുടെ കല്യാണം വന്നു കഴിഞ്ഞാൽ ആലോചിക്കുക, ജന്മം നൽകിയ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാതെ കല്യാണപ്പന്തലിലേക്ക് മകളെ ഇറക്കരുതേ. അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് അടുത്ത മോളുണ്ടെങ്കിൽ അതിൻ്റെ കല്യാണം കാണാൻ നിങ്ങളുണ്ടാകുമെന്ന് ഉറപ്പില്ല. അതിനുള്ള ഭാഗ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നില്ലെങ്കിൽ എന്തു ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കിയത്. ആലോചിക്കുക, അമ്മയോളം പ്രാധാന്യം അച്ഛനുമുണ്ടൊരു കുട്ടിക്ക്. എല്ലാ മക്കളും ആലോചിക്കുക, സകല മക്കളും ആലോചിക്കുക. നിങ്ങളുടെ അച്ഛൻ എന്നും തിരശീലയ്ക്ക് പിന്നിലാണ്. മക്കൾ നോക്കുമ്പോൾ അമ്മയാണ് ആഹാരം കൊടുക്കുന്നത്, അമ്മയാണ് വിശക്കുമ്പോൾ ഓരോന്ന് കൊടുക്കുന്നത്, അമ്മയാണ് കൊണ്ടുപോയി വസ്ത്രം കൊടുക്കുന്നത്. പക്ഷേ ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് അച്ഛൻ ജോലി ചെയ്ത് പൈസ കൊടുക്കുന്നതുകൊണ്ടാണ്. ആ മനുഷ്യൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്, പ്രകടിപ്പിക്കാൻ സമയം കിട്ടാത്തതാണ് മക്കളെ അതിൻ്റെ ഇടയിൽ. പക്ഷെ ഈ മനുഷ്യൻ പ്രകടിപ്പിക്കുമായിരുന്നു. പിന്നെ ഒരു അച്ഛനൊരു സ്വപ്നമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പെണ്ണ് വയസ്സറിയിച്ചിടം തൊട്ട്
ഈ പിതാവ് സ്വപ്നം കാണുന്നതാണ് ആ പെണ്ണിൻ്റെ കല്യാണ മണ്ഡപം. അതാണ് ആ പിതാവില്ലാതെ നടത്തിയത്. നിങ്ങൾ പറയൂ, ശരിയോ തെറ്റോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായത്തിന് ഞാൻ മറുപടി അയക്കുന്നത് ആയിരിക്കും, ഉറപ്പാണ് ആ കാര്യം. ഒരിക്കൽ കൂടി ഞാൻ ഉപദേശിക്കുന്നു, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ബന്ധമൊഴിഞ്ഞിരിക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ലെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു, നിങ്ങളെ ഇരുട്ട വിളക്ക് എടുത്തിട്ട് ഇടിക്കുകയും ചവിട്ടുകയും ചെയ്യുമെന്നിരിക്കട്ടെ, അയാൾ വേറെ കല്യാണം കഴിച്ചു പോയി, അതൊഴിഞ്ഞ് വേറെയും കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, പക്ഷേ നിങ്ങളുടെ മോളെ കല്യാണം വന്നാൽ നിങ്ങൾ പറയേണ്ട ഒരു വാചകമുണ്ട്, മോളെ നിന്റെ തന്ത എത്ര വൃത്തികെട്ടവനോ ആയിക്കൊള്ളട്ടെ, മോടെ കല്യാണമാണ്, ചെല്ലുമോളെ, ഭൂമി കാണാൻ അനുവദിച്ച പിതാവിനെ വന്ദിക്കൂ, അനുഗ്രഹം വാങ്ങൂ. ഇതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇത് കേൾക്കേണ്ടത് പിതാക്കന്മാരല്ല, അവരുടെ മാതാവാണിത് കേൾക്കേണ്ടത്. ആരുടെയെങ്കിലും കണ്ണ് തുറക്കുന്നെങ്കിൽ തുറക്കട്ടെ. ഈ ഒരു ഈശ്വരൻ പോലും പൊറുക്കാത്ത ഈ തെറ്റ് ഇനി ഒരുത്തരും ആവർത്തിക്കാതിരിക്കട്ടെ. എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിനും ഇത് വരാതിരിക്കട്ടെ. ഗുരുവായൂരപ്പൻ ഇനി ഒരിക്കലും ഒരു കല്യാണ മണ്ഡപത്തിൽ നിന്ന് കണ്ണു പൊത്താൻ ഇടവരാതിരിക്കട്ടെ. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.